ബാഴ്സയോട് ജയിക്കുന്നു, എന്നിട്ട് പോയി ലിവർപൂളിനോട് തോൽക്കുന്നു. ബിൽബാവയെ തച്ച് തകർത്ത് വിടുന്നു, പിന്നാലെ സെൽറ്റയോട് തകർന്നടിയുന്നു. മിസ്റ്റർ റയൽ മാഡ്രിഡ്, എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല. ചില മത്സരങ്ങളിൽ നിങ്ങൾ മികച്ച വൈബിൽ കളിക്കുന്ന റെമോയാണ്, മറ്റു ചിലതിൽ അന്യനെ പോലെ വയലന്റ് മൂഡിലാകും പന്ത് തട്ടുക. നിർണായക സമയങ്ങളിൽ പലപ്പോഴും അമ്പിയെപ്പോലെ പാവത്താന്മാരായി മാറും. അത്തരമൊരു പ്രകടനമാണ് കഴിഞ്ഞ ദിവസം സെൽറ്റയ്ക്കെതിരെ നടന്നത്. ബെർണബ്യൂ ആയിരുന്നു വേദി. റയലിൻ്റെ റെമോൺടാഡകൾ പലതും കണ്ട് കോരിത്തരിച്ച അതേ ബെർണബ്യൂ. അവിടുത്തെ ദൈർഘ്യമേറിയ 90 മിനിറ്റ് ഒന്ന് കഴിഞ്ഞു കിട്ടാൻ പല വമ്പന്മാരും പലകുറി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും റൂഫ് അടച്ചിട്ട മത്സരങ്ങളിൽ. എന്നാൽ ഇന്നലെ സെൽറ്റയ്ക്കെതിരായ മത്സരത്തിൽ ആ പ്രാർത്ഥനകൾ ഉയർന്നത് റയൽ ആരാധകരുടെ മനസ്സിലായിരുന്നു. തൂവെള്ള പുതച്ച ഗാലറിയിൽ നിരാശയും മൗനവും മാത്രം അവശേഷിപ്പിച്ച മത്സരം. 90 മിനിറ്റും ഇഞ്ചുറി സമയവും കഴിഞ്ഞ് റഫറി ഫുൾ ടൈം വിസിൽ മുടക്കുമ്പോൾ റയലിൻ്റെ പക്കൽ സ്വന്തമെന്ന് പറയാനുണ്ടായിരുന്നത് അവർ വഴങ്ങിയ 2 ഗോളുകൾ മാത്രമാണ്. പിന്നെ അതിനകമ്പടിയായി വാങ്ങിക്കൂട്ടിയ 3 റെഡ് കാർഡുകളും. നാണക്കേടിന്റെ ഭാരത്താൽ റയൽ താരങ്ങളുടെ മുഖം വിളറി വെളുത്തു. താരപ്പകിട്ടിൽ പന്തു തട്ടുന്ന റയൽ പ്രതിരോധ നിരയെയും തിബോ കോട്ടു എന്ന അജാന ബാഹുവിനെയും മറികടന്ന് വില്യോഡ് സെഡ്ബർ നേടിയ 2ാം ഗോൾ ലോസ് ബ്ലാങ്കോസിന്റെ തൂവെള്ള കുപ്പായത്തിൽ ഒരിക്കലും മായാത്ത കറയായി അവശേഷിക്കും. നീണ്ട 19 വർഷങ്ങളായി സെൽറ്റക്ക് കീഴടക്കാനാവാത്ത ബെർണബ്യൂവിൽ ഒരു 21-കാരൻ്റെ ചിറകിലേറി അവർ 3 പോയിന്റുമായി മടങ്ങി. കളി അറിയാത്തവരൊന്നുമല്ല റയൽ നിരയിലുള്ളത്, കളി പഠിപ്പിക്കാൻ അറിയാത്ത പരിശീലകനുമല്ല അവർക്കുള്ളത്. പക്ഷേ ഈ 2 കൂട്ടരും കൂടി ചേരുമ്പോൾ ചിലതൊക്കെ നീറിപ്പുകയുന്നു, മറ്റു ചിലത് ചീഞ്ഞു നാറുന്നു. കൊർട്ടോയിസിനേക്കാളും കൂടുതൽ മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റുമായാണ് റോഡ്രിഗോയുടെ നിൽപ്പ്. കഴിഞ്ഞ മാർച്ചിൽ അത്ലറ്റിക്കോയുമായി ഗോൾ നേടിയതിനു ശേഷം തുടർച്ചയായ 34 മത്സരങ്ങളിലാണ് താരം ഗോൾ നേടാനാവാതെ അവസാനിപ്പിച്ചത്. അതായത് ഏതാണ്ടൊരു ലാലീഗ സീസണോളം നീളമുള്ള ഗോൾ വരൾച്ച. ഇഷ്ട പൊസിഷനായ ഇടത് വിങ്ങിലിറക്കിയിട്ടും ഗോൾ കണ്ടെത്താനാവാത്തത് അയാളെ പുറത്താക്കാനുള്ള മുറവിളികൾക്ക് കാരണമാവുന്നു. വിനീഷ്യസിന്റെ കാര്യവും സമാനമാണ്. ബാലൻഡിയോർ റണ്ണറപ്പായ ശേഷം 10 ഇരട്ടി പെർഫോമൻസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ച താരത്തിന് പലപ്പോഴും ആ സീസണിൻ്റെ 10-1 പ്രകടനം പോലും പിന്നീട് നടത്താനായിട്ടില്ല. സെൽറ്റയ്ക്കെതിരെ ഉൾപ്പെടെ തുടർച്ചയായ 14 മത്സരങ്ങളിലാണ് വിനി ഗോളടിക്കാനാവാതെ അവസാനിപ്പിച്ചത്. സെപ്റ്റംബറിൽ ലെവാൻഡയ്ക്കെതിരെയാണ് ബ്രസീലിയൻ വിങ്ങർ അവസാനമായി റയലിന് വേണ്ടി വലകുലുക്കിയത്. അൻസലോട്ടിക്ക് കീഴിൽ സ്ഥിരം സ്റ്റാർട്ടറായിരുന്ന താരം സീസണിൽ പലപ്പോഴും ബെഞ്ച് ചെയ്യപ്പെടുന്നത് പരിശീലകനുമായുള്ള ബന്ധം വഷളാക്കിയിട്ടുണ്ട്. പുതിയ കരാറിൽ താരം ഒപ്പിടാൻ തയ്യാറാവാത്തതും ഈ കാരണം ചൂണ്ടിക്കാട്ടിയാണെന്നാണ് പല പ്രമുഖ മാധ്യമങ്ങളുടെയും റിപ്പോർട്ട്. കഴിഞ്ഞ കുറേ ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തെ റാഞ്ചാൻ തക്കം പാർത്തിരിക്കുന്ന സൗദി ക്ലബ്ബുകൾ ഇക്കുറി വീണ്ടും കളത്തിലുണ്ടാവുമെന്ന് ഉറപ്പ്. സാബിയുടെ വിപ്ലവകരമായ റൊട്ടേഷൻ സിസ്റ്റത്തിൽ പരിഗണനാ ലിസ്റ്റിൽ പോലും പെടാതെ പോയ താരമാണ് എൻട്രിക്. ബ്രസീലിയൻ വണ്ടർ ബോയ്സിനെ തേടി പിടിച്ചു കൊണ്ടുവരുന്ന ഫ്ലോറന്റിനോ പെരസിന്റെ ലേറ്റസ്റ്റ് കണ്ടെത്തൽ. റയലിന്റെ ഐക്കോണിക് നമ്പർ 9 ജേഴ്സി അണിയുന്ന താരം സാബിക്ക് കീഴിൽ ഒരു മത്സരത്തിൽ പോലും ആദ്യ 11-ൽ ഇറങ്ങിയിട്ടില്ല. ഇന്നലെ ബെഞ്ചിലിരുന്ന് നേടിയ റെഡ് കാർഡ് മാത്രമാണ് താരത്തിൻ്റെ സീസണിലെ ഏക സമ്പാദ്യം. ക്ലബ്ബ് ലോകകപ്പിലെ ഹീറോ ഗോൺസാലോ ഗാർഷിയയും സമാന അവസ്ഥയിലാണ്. ടൂർണമെൻറ്റിലെ ഗോൾഡൻ ബൂട്ട് ജേതാവായ താരത്തിന് പക്ഷേ സാബിയുടെ ടാക്ടിക്സിൽ വേണ്ട മാച്ച് ടൈം ലഭിക്കുന്നില്ല. ജനുവരിയിൽ ലോൺ അടിസ്ഥാനത്തിൽ എൻട്രിക്ക് ടീം വിടുമെന്ന വാർത്തകൾ സജീവമായിരിക്കെ പകരക്കാരൻ്റെ റോളിൽ കളിയവസരം കാത്ത് ഗോൺസാലോ ടീമിൽ തുടർന്നേക്കും. റയലിൽ സാബിയുടെ തുറുപ്പുചീട്ട് എംബാപ്പയാണ്. ലാലിഗയിൽ ടീം നേടിയ 32 ഗോളിൽ 16 ഗോളും ചാമ്പ്യൻസ് ലീഗിലെ 12 ഗോളിൽ 9 എണ്ണവും എംബാപ്പയുടെ ബൂട്ടുകളിൽ നിന്നാണ്. അതായത് സീസണിൽ ടീമിൻ്റെ 57% ഗോളുകളും വന്നത് ഒരൊറ്റ താരത്തിൽ നിന്ന്. എംബാപ്പയെ പൂട്ടിയാൽ റയലിനെ പൂട്ടാമെന്നത് ഇപ്പോൾ അങ്ങാടിപ്പാട്ടാണ്. ഇന്നലെ സെൽറ്റയും അതുതന്നെയാണ് നടപ്പിലാക്കിയത്. എംബാപ്പെ ഡിഫൻഡർമാരുടെ കെടിയിൽപ്പെടുമ്പോൾ മറ്റൊരു താരവും സാഹചര്യത്തിന് തുയരാത്തത് റയലിന് വലിയ ആശങ്ക നൽകുന്ന ഒന്നാണ്. പ്രതിരോധ നിരയാണ് സാബിയെ പ്രതിരോധത്തിലാക്കുന്നത് എന്നാണ് പൊതുവെയുള്ള സംസാരം. ഒക്ടോബറിൽ ബാഴ്സയെ വീഴ്ത്തിയതിനു ശേഷം 8 മത്സരങ്ങളിൽ 2 എണ്ണം തോറ്റ റയൽ 3 എണ്ണത്തിൽ സമനില വഴങ്ങുകയും ചെയ്തു. ഈ മത്സരങ്ങളിൽ 9 ഗോളാണ് റയൽ വഴങ്ങിയത്. പരിക്കേറ്റ് പുറത്തായ കാർവഹാലിന് പകരം എത്തിച്ച ട്രെൻഡും പല കളികളിലും പരിക്കേറ്റ് പുറത്താണ്. 16 മത്സരങ്ങളിൽ റയൽ കുപ്പായമണിഞ്ഞ താരത്തിന് പരിക്ക് മൂലം നിലവിൽ 17 മത്സരങ്ങളാണ് നഷ്ടമായത്. അതായത് കളിച്ചതിനേക്കാൾ കൂടുതൽ കളത്തിന് പുറത്തെന്ന് സാരം. ഇതിനു പുറമെ പരിക്കിൽ നിന്ന് പരിക്കിലേക്ക് മാത്രം നീങ്ങുന്ന അലാബ കൂടിയുള്ളത് റയലിനൊരു തലവേദനയാണ്. ഈ സീസൺ ടീമിലെത്തിയ ഡീൻ ഹ്യൂസൺ, ഫ്രഞ്ച് ലെഫ്റ്റ് ബാക്ക് ഫെർലാൻ മെൻഡി എന്നിവരും എന്ന് തിരിച്ചിറങ്ങുമെന്ന് അറിയാതെ പുറത്തിരിപ്പാണ്. ACL റിക്കവറി കഴിഞ്ഞിറങ്ങിയ മിലിറ്റാവോ കഴിഞ്ഞ കളി പരിക്കേറ്റ് പുറത്തായതും റയലിന് വെല്ലുവിളി ഉയർത്തു. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ സെൻറ്റർ ബാക്ക് റോളിൽ ഒരു പ്രോപ്പർ ബാക്കപ്പ് പോലും റയലിന് ഇല്ലെന്ന് ഓർക്കണം. സെൽറ്റയ്ക്കെതിരായ തോൽവി റയലിൽ പല കോലാഹലങ്ങൾക്കും തിരികൊളുത്തിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ബദ്ധവൈരികളായ ബാഴ്സക്ക് 4 പോയിന്റ് പിറകിലായത് ആരാധകരിൽ ഏറെ പേരെയും പരിശീലകനെതിരെ തിരിച്ചു. മാനേജ്മെൻറ്റ് ബോർഡിലും അഭിപ്രായ ഭിന്നതകളുണ്ട്. സാബിക്ക് പൂർണ്ണ പിന്തുണയേകിയിരുന്ന പെരസ് പോലും തൻ്റെ തീരുമാനം വീണ്ടുമൊന്ന് പരിശോധിക്കാനുള്ള നീക്കത്തിലാണ്. സിറ്റിക്കെതിരായ ചാമ്പ്യൻസ് ലീഗ് മത്സരം സാബിയുടെ വിധി കുറുക്കുമെന്നാണ് ESPN, BBC തുടങ്ങിയ പ്രമുഖരുടെ റിപ്പോർട്ട്. പകരക്കാരുടെ ലിസ്റ്റിൽ യുർഗൻ ക്ലോപ്പ്, സിനദിൻ സിദാൻ എന്നീ പേരുകൾ റൂമറുകളായിട്ടുണ്ടെങ്കിലും
മുൻ താരം കൂടിയായ അൽവാരോ അർബലോയുടെ പേരാണ് കുറച്ചുകൂടി ഉയരത്തിൽ കേൾക്കുന്നത്. നിലവിൽ റയൽ മാഡ്രിഡ് കാസ്റ്റിയോയുടെ പരിശീലകനാണ് ഈ 42കാരൻ. സ്വന്തം ഭാവിയും ക്ലബിൻ്റെ ഭാവിയും രണ്ട് തട്ടിൽ തൂക്കിയാണ് സാബി സിറ്റിക്കെതിരെ ടീമിനെ ഇറക്കുന്നത്. നാളെ ബെർണബ്യൂവിൽ മുഴങ്ങുന്ന ഫൈനൽ വിസിൽ സാബിയുടെ റയൽ യുഗത്തിൻ്റെ ഫൈനൽ വിസിലാവുമോ? അതോ അത്ഭുതങ്ങൾ പിറവികൊള്ളുന്ന ബെർണബ്യൂ വീണ്ടും ഒരു മഹാത്ഭുതത്തിന് സാക്ഷികളാവുമോ? കാത്തിരിക്കാം.